നേതാവിനെ കൊണ്ട് നാം വിളിക്കുന്നതായിരിക്കുന്ന ആ ദിവസത്തിൽ എന്നാണ് പരലോകത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഫമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വല്ലവന്റെയും ഗ്രന്ഥം വലതു കയ്യിൽ നൽകപ്പെട്ടാൽ, ഫഉലൈക യഖറഊന കിതാബഹും, അവർക്ക് അവരുടെ ഗ്രന്ഥം, നന്മ തിന്മകളുടെ ഗ്രന്ഥം വായിക്കാൻ കഴിയും. വലാ യുദ്ലമൂന ഫതീലാ, ഒരു അണുപോലും അവർ ആക്രമിക്കപ്പെടുകയില്ല എന്നർത്ഥത്തിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം, ഓരോ ജനവിഭാഗത്തെയും അവരുടെ മാതൃകാ പുരുഷന്മാരുമായിട്ടാണ് നാം ക്ഷണിക്കുക. അവിടെ മാതൃകാ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ച ഇമാമുമാരാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ രേഖകളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രസ്ഥാനവും ആരെ അനുധാവനം ചെയ്യുന്നു, പിൻപറ്റി പോരുന്നു എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, യഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഋജുവായ നേരായ മാർഗത്തിൽ ഞങ്ങളെ വഴി ചേർക്കണേ എന്ന് നമ്മൾ 5 നേരം 17 പ്രാവശ്യം ദുആ ചെയ്യുന്നു. ഏതാണ് നേരായ മാർഗം? ചില ആളുകൾ പറയും ഖുർആൻ ഹദീസ്, ഖുർആൻ ഹദീസ് എന്ന് പറയും. പക്ഷേ ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഹദീസ് എന്താണെന്ന് അവർക്ക് അറിയില്ല. എട്ടും പൊട്ടും തിരിയാത്ത തേരാപ്പാര നടന്നിരുന്ന ചില ആളുകൾ വിദേശത്ത് പോയിട്ട് ചില സീഡികൾ കണ്ടിട്ട് ഖുറൂജ് അടിച്ചു കണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു കണ്ട് പേച്ചു പോകുന്ന കുറെ ആൾക്കാർ ഖുർആനും ഹദീസ് എന്ന് പറയും. ഖുർആനും ഹദീസുമാണ് നമ്മുടെ അവലംബങ്ങൾ എന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഖുർആനും ഹദീസും എങ്ങനെ മനസ്സിലാക്കണം, അവിടെയാണ് ഖുർആൻ ഹദീസ് മനസ്സിലാക്കിയ സ്വഹാബിമാർ, താബിഈങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ഇമാമിങ്ങൾ, ഉലമാക്കൾ, മശ്ഹൂരീങ്ങളായ ശുഹദാക്കന്മാർ, ഇവരുടെ മാതൃക, അവർ ഖുർആനും ഹദീസും മനസ്സിലാക്കിയ രീതിശാസ്ത്രം, അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ കാരണം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത മഹത്തുക്കളായ ആളുകളുടെ മാർഗത്തിൽ അവരുടെ പിന്നിൽ ഞങ്ങൾ അണിനിരത്തണേ. നമ്മൾ 17 പ്രാവശ്യം പറയുന്നുണ്ട്. ആരാണ് ഈ മഹത്തുക്കൾ? സൂറത്തുൻ നിസാഇൽ അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഉലൈകൽ ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കന്മാർ, സാലിഹീങ്ങൾ, ഈ മഹത്തുക്കൾ, അവരുടെ മാതൃക പിൻപറ്റണം. അവരിലൂടെ ഖുർആനും ഹദീസും മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരും ഖുർആൻ മനസ്സിലാക്കണ്ട, ഹദീസും മനസ്സിലാക്കണ്ട എന്നല്ല പറയുന്നത്. ഇതൊക്കെ സമഗ്രമായി പഠിക്കണം, അറിയണം, എല്ലാം മനസ്സിലാക്കിയവരായിരിക്കണം. പക്ഷെ എന്ത് വേണം? അത് മനസ്സിലാക്കിയ ആളുകൾ, മനസ്സിലാക്കാൻ അർഹതയുള്ള ആളുകളെ വിശദീകരിച്ചു തന്നതുപോലെ മനസ്സിലാക്കണം എന്ന ഒരു വ്യവസ്ഥ മാത്രമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്. അപ്പോ ഓരോ വിഭാഗവും അവരുടെ നേതൃത്വം എന്താണെന്ന് പഠിക്കണം. അപ്പൊ ഈ തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപനവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് ഉത്തരേന്ത്യയിലുള്ള വഹാബിസത്തിന്റെ ആഗമനവും അതിന്റെ ശക്തമായ ഇടപെടലും നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. കേരളത്തിൽ വഹാബിസം വരുന്നതിന്റെ ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിഴച്ച തൗഹീദ് ഞാൻ നേരത്തെ വായിച്ചെന്നല്ലോ. ഔലിയാക്കളോടും അമ്പിയാക്കളോടും ഇസ്തിഗാസ നടത്തൽ, അവരെ കൊണ്ട് തവസ്സുലാക്കൽ, അവരുടെ അസറുകളെ കൊണ്ട് ബറക്കത്തെടുക്കൽ, അവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്തുകൊണ്ട് അവരോട് നമ്മുടെ കാര്യങ്ങൾ പറയൽ പോലുള്ള കാര്യങ്ങൾ, നമ്മൾ അല്ലാഹുവിന്റെ പേരിൽ ബലിയെറുക്കുന്ന മൃഗത്തിന്റെ പുണ്യം ഏതെങ്കിലും ഒരു മഹാന്റെ പേരിലാക്കൽ, നേർച്ച നടത്തൽ, ഉറൂസ് നടത്തൽ, നബിദിനം ആഘോഷിക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ശിർക്കും കുഫറുമാണ്. അത് നടത്തുന്ന മുസ്ലിമീങ്ങൾ ഇസ്ലാമെന്ന് പുറത്തുപോയവരാണ്. അവരുടെ ധനങ്ങൾ കൊള്ളയടിക്കേണ്ടതാണ്, അവരുടെ തല ഉടലിൽ നിന്ന് അറുത്തു മാറ്റേണ്ടതാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആദർശമാണ് തബ്ലീഗ് ജമാഅത്ത് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം എന്റെ കയ്യിലുള്ളത് ഈ പുസ്തകം എന്ന് പറയുന്നത് റിസാലത്തു തൗഹീദാണ്. അശ്ശൈഖ് ഇസ്മായിൽ അശ്ശഹീദ്, ഇദ്ദേഹമാണ് ഇതിന്റെ രചയിതാവ്. ഇദ്ദേഹത്തിന് തഖ്വിയത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ അറബി പരിഭാഷയാണ് റിസാലത്തു തൗഹീദ് എന്ന പേരിൽ ഞാനിപ്പോൾ ഉയർത്തി കാണിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിനു തന്നെ സിറാത്തെ മുസ്തഖീം എന്ന് പറയുന്ന മറ്റൊരു കൃതിയുമുണ്ട്. ഈ 2 കൃതികളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ തനി വഹാബിസമാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ ആദർശ ഗുരുവാണ് ഇദ്ദേഹം, ഇസ്മായിൽ ഷഹീദ്. ഇദ്ദേഹം ഈ പുസ്തകത്തിൽ ഇസ്തിഗാസ ചെയ്യുന്ന മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണെന്ന് രേഖപ്പെടുത്തുന്നു.
ഔലിയാക്കളെ കൊണ്ട് ഇസ്തിശ്ഫാ ചെയ്യുന്ന മുസ്ലിമീങ്ങൾ, അവരുടെ പേരിൽ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുന്ന മുസ്ലിമീങ്ങൾ, അവരുടെ മഖാമുകളിൽ പോയിട്ട് സിയാറത്ത് ചെയ്യുന്ന മുസ്ലിമീങ്ങൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും അവർ മഹാന്മാരാണ്, അവർ വസീലയാക്കാൻ പറ്റുന്നവരാണ്, അള്ളാഹുവിലേക്ക് എത്തിപ്പെടുവാനുള്ള മാധ്യമങ്ങളായി നിലകൊള്ളാൻ അർഹരാണ് എന്ന് മനസ്സിലാക്കി പോന്ന ലോക മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് കടുത്ത ഭാഷയിൽ ഇതിന്റെ വിവിധ പേജുകളിൽ അതാ പറയുന്നത്. മറ്റൊരു വിഷയത്തിൽ ചർച്ച ചെയ്യുന്നില്ല. ഇതിന്റെ 66-ാമത്തെ പേജിലുള്ള ഒരു വരി മാത്രം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. ഫളഹറ മിൻ ദാലിക, ഇത്രയും വിശദീകരിച്ചില്ലെന്ന് വ്യക്തമായല്ലോ. അന്നല്ലദീന യസ്തഗീസൂന ബിസ്സാലിഹീന അല്ലദീന കാനൂ ഫിസ്സമനി സാബിഖി മിൻ ബഈദ്, സാലിഹീങ്ങളായ ആളുകളോട് ഇസ്തിഗാസ ചെയ്യുന്ന പൂർവകാലത്തുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ, വഖദ് യക്തഫി ബഅദുന്നാസ്, ചിലർ ഇങ്ങനെ പറയും, യാ സയ്യിദനാ, ഞങ്ങളുടെ നേതാവേ, ഉദ്ഉല്ലാഹ ലനാ യഖ്ലി ഹാജതനാ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്യണം, അല്ലാഹു ഞങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റി തരും. വയദുന്നൂന അന്നഹും മാ അശ്റകൂ, അവർ ശിർക്കല്ല ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ ധാരണ. فإنهم ما طلبوا منهم قضاء الحاجة وإنما طلبوا منهم الدعاء وهذا باطل, ഈ പ്രവർത്തനം വളരെ തെറ്റാണ്. فإنهم وإن لم يشركوا عن طريق طلب قضاء الحاجة يا سيدنا ادعوا الله لنا എന്ന് പറയുന്ന വ്യക്തി നേരിട്ട് കാര്യങ്ങൾ നിറവേറ്റി തരാൻ പറഞ്ഞിട്ടില്ലെങ്കിലും فإنهم أشركوا عن طريق النداء, ആ മഹാനായ വ്യക്തിയെ ഇവിടുന്ന് വിളിച്ചു എന്ന കാരണത്താൽ അയാൾ മുശ്രിക്കായി പോയിരിക്കുന്നു, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, അയാൾ ബഹുദൈവ വിശ്വാസിയായിരിക്കുന്നു എന്ന് ഇസ്മായിൽ ഷഹീദ് എഴുതി വെക്കുകയാണ്. നബിമാരുടെ ശഫാഅത്തിനെ അദ്ദേഹം വികലമായി ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പരലോകത്തും ദുനിയാവിലും നബിമാർ നടത്തുന്ന ശഫാഅത്ത്, ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്റെ ശഫാഅത്ത് സ്വാലിഹീങ്ങൾക്ക് മാത്രമല്ല, മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞല്ലോ, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മുഹ്യിദ്ദീൻ ശൈഖിന്റെ ശഫാഅത്തിലൂടെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ മുരീദുമാർ രക്ഷപ്പെടുന്ന ആ സംഭവമാണത്. എന്നാ സ്വാലിഹീങ്ങളായ ആൾക്കാർ മാത്രമല്ല, ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ വൻദോഷികളായ ആൾക്കും എന്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന്. പക്ഷേ റസൂലിനെ സംബന്ധിച്ച് നല്ല വിശ്വാസം വേണം. റസൂലുള്ളാന്റെ വ്യക്തിത്വത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നിറഞ്ഞ തുറന്ന മനസ്സോടുകൂടിയുള്ള അംഗീകാരം നൽകുമ്പോഴേ ആ ശഫാഅത്ത് ലഭിക്കുകയുള്ളൂ. അതൊക്കെ ശഫാഅത്തുമായി ബന്ധപ്പെട്ട വേറെ ചർച്ചകളാണ്. എന്നാൽ ആ ശഫാഅത്തിന്റെ ചർച്ചകളെ ഇസ്ലാമിക ലോകത്തിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. പേജുകളോളം അത് വായിക്കാനുണ്ട്. ഞാൻ സൂചനകൾ പറയുന്നു എന്ന് മാത്രം. സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ഇതിൽ അദ്ദേഹം ഇതിന്റെ 146-ാമത്തെ പേജിൽ ഇതിൽ പറയുന്നത് എന്താ? ഔ യസ്അല അഹദുൻ റജുല, ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, അഖ്ബിർനി ബിമാ യഹ്ജുസു ഫീ ളമീരി ഫുലാൻ, ഇന്നാലിന്ന ആളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് നിനക്ക് പറഞ്ഞു തരുമോ? ഔ യദൂറു ബി ഖലദിഹി വമതാ യതിമുൽ അംറുൽ ഫുലാനിയു വമാ അദദുൽ ഔറാഖില്ലതി തഹ്മിലുഹാ ഹാദിഹി ഷജറ, ഈ മരത്തുമേലുള്ള പട്ടയുടെ എണ്ണം എത്രയാണ്? ഇന്നാലിന്റെ സംഭവം എപ്പോഴാണ് പൂർണ്ണമാവുക? വമാ ഹുവ അദദുൻ നുജൂം, നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര എന്നൊക്കെ ചോദിച്ചാൽ ഫയഖൂലു ജവാബൻ, മറുപടിയായിട്ട് അല്ലാഹു വറസൂലുഹു അഅലം നമ്മൾ പറയാറുണ്ട് അല്ലേ? അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്താ പറയാറ്? അല്ലാഹു വറസൂലുഹു അഅലം. ഇങ്ങനെ അല്ലാഹു വറസൂലുഹു അഅലം എന്ന് പറയുന്നത് അത് വളരെ തെറ്റാണ്. അതൊരിക്കലും തന്നെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഇദ്ദേഹം പറയാണ്. ലിഅന്ന അല്ലാഹ വഹദഹു യഅലമുൽ ഗൈബ് അമ്മാ ഇദാ സുഇല അഹദുൻ അൻ ശൈഇൻ ഫിദ്ദീൻ ഫലാ ബഅസ അൻ യഖൂല അല്ലാഹു വറസൂലുഹു അഅലം. ദീനീപരമായ ഒരു കാര്യമാണ് ചോദിച്ചതെങ്കിൽ അല്ലാഹു വറസൂലുഹു അഅലം എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇന്നല്ലാഹ വറസൂലുഹു അമറാ ബികദാ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. ലിഅന്നല്ലാഹ ഖദ് അത്ലഅ റസൂലഹു അലാ ഉമൂരിദ്ദീൻ വല്ലാഹു അമറ ഇബാദഹു ബിതാഅതിഹി. മതപരമായ വിഷയത്തിൽ ചോദ്യങ്ങൾ നമുക്കറിയൂലെങ്കിൽ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറയാന്നല്ലാതെ ഭൗതികമായ വിഷയത്തില് ദുന്യവിയായ കാര്യത്തില് അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അല്ലാഹും ഏറ്റവും അറിവുള്ള ആളാണ്, റസൂലും ഏറ്റവും അറിവുള്ളവനാണ് എന്ന് പറയാൻ പാടില്ല. അത് ശിർക്കുമായി ബന്ധപ്പെട്ട മൊഴിയാണ് എന്ന് അദ്ദേഹം ഇതിൽ രേഖപ്പെടുത്തുകയാണ്. ഇതെന്ത് ഗൗരവമായ വിഷയമാണ് ഇത്! സഹാബത്ത് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതിനെതിരല്ലേ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു